കൂട്ടുകാരെ, അപ്പൊ ഞങ്ങൾക്ക് ഇന്നൊരു മൈലാഞ്ചി ഉണ്ട് കേട്ടോ. അപ്പൊ കല്യാണത്തിന് പോന്ന അപ്പൊ എന്റെ സുന്ദരീസ് എല്ലാം ഒരുങ്ങി. അപ്പൊ ഉമ്മ അതണ്ട, ഉമ്മ വിചാരിച്ചത് വെറും ക്യാമറയും കൊണ്ട് പോന്ന. അപ്പൊ ഉമ്മ മുകളിലൊന്ന് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇയാളിതാ ഞാൻ നേരിയതായിട്ടൊരു തൊണ്ടൽ കൊടുത്തിരുന്നു, അതിന്റെ ഒരു മുഖം പാട്ടല. പിന്നെ എല്ലാരും അപ്പത്തേന് ഞങ്ങൾ മുറ്റത്ത് ഇറങ്ങി നിന്നപ്പത്തേന് ഭയങ്കര മഴയാ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു മഴ ഒന്ന് നല്ലോണം ഒന്ന് ചാരല് കുറഞ്ഞിട്ട് പോവാന്ന്. അങ്ങനെ കല്യാണപ്പുരയിലെത്തി. കല്യാണപ്പുരയിലെത്തിയപ്പോ പെണ്ണ് ഒരുങ്ങാൻ കേറീന്. പിന്നെ ഞങ്ങള് ചായ കുടിച്ചു. അപ്പത്തിന് കുറച്ചു നേരം ഇരുന്നോളൂ കേട്ടോ. അപ്പത്തിന് ചെറിയാക്ക് പോവമ്മ എന്ന് പറയാൻ തുടങ്ങി. ഇതാ സ്റ്റേജെല്ലാം ഡെക്കറേഷൻ കുറച്ചെല്ലാം ചെയ്ത് വെച്ചിന്, ബാക്കി ചെയ്യാനുണ്ട്. അപ്പൊ നമ്മള് കുറച്ചേരം കൂടി അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ വിചാരിച്ചു പോരെ പോവാന്ന്. അപ്പൊ ഒന്നത് കുട്ടികൾക്കും കോൾഡല്ല, എനിക്കും കോൾഡാ. അപ്പൊ വേഗം പോവാന്ന് വിചാരിച്ചു. ഹായ് കൂട്ടുകാരെ, അപ്പം കല്യാണത്തിന് പോകുന്നതാണ്. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ റെഡി ആയത്. ഇതാണ് കേട്ടോ ഡ്രസ്സ്. പിന്നെ ഉമ്മയെല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട്. എൻ്റെ സുന്ദരി ഇതാ റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന. അയാളുണ്ട ക്യാമറന്റെ മുമ്പിലേക്ക് കൈ കൊണ്ട് വരുന്ന മൊഞ്ചത്തി ആയിന്ന എൻ്റെ സുന്ദരി. പിന്നെ മഴ പെയ്തുകൊണ്ട് നമ്മളെ മേലത്തെ ഒരു കുന്നിലേക്കുള്ള റോഡാട്ടോ ഇത്. ആകെ ചളിപിളിയാ. അതുകൊണ്ട് മൂത്തു എന്നോട് പറഞ്ഞ് നീ ഡ്രസ്സും ഈ ഫോണും എല്ലാം കൊണ്ട് കയറണ്ട, കുഞ്ഞിനെത്താ ഞാൻ എടുത്തോളാന്ന്. അപ്പൊ ഞാൻ അത്രയും നല്ലതായി എന്ന് മൂത്തുന്റെ കയ്യിലും കുഞ്ഞിനെ കൊടുത്തിട്ടോ. പിന്നെ ഇതാ കുട്ടികളെല്ലാം വരുന്നുണ്ട്. തസ്നിത അപ്പ വന്ന് വീഡിയോ എടുക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ടുള്ള ഓരോരുത്തർ വരുന്നുണ്ട്. പിന്നെ ഇതാ മൂത്ത മോള് ആദ്യമേ വന്നിരുന്നു മൂത്തുൻ്റെ ഒപ്പം. അപ്പോൾ ഞാൻ ഇനി ചോറ് കഴിച്ചോ എന്നെല്ലാം ചോദിച്ചു. അപ്പൊ ഉമ്മാനെ കൂട്ടാണ്ട് ചോദിച്ചോ, ഇല്ല കഴിച്ചിട്ടില്ല, നമ്മൾ താഴേക്ക് പോകുന്നാന്ന് പറഞ്ഞ്. അപ്പൊ ഓരോരുത്തർ ഇതാ അയൽവാസികളെല്ലാം ഒരുപാട് പേരുണ്ട്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് കാണാൻ പറ്റും ഇങ്ങനെ കല്യാണത്തിനെല്ലാം മുമ്പ്. രണ്ടാമത്തോളതാ ഉമ്മാന്റെ കൈയും പിടിച്ച് പോകുന്നു, ഭയങ്കര വർത്താനത്തിലാ. ഓളെ ഡ്രസ്സാണ് ഒരു പിങ്ക് കളറായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മാന്റെ ഏട്ടന്മാര് ഉസ്താദ്മാരെല്ലാം ഉണ്ടായിരുന്നു. ഉമ്മാന്റെ ഏട്ടന്റെ മക്കൾ കേട്ടോ, എനിക്ക് ഏട്ടന്മാര്. അപ്പം അങ്ങനെ ഓലെല്ലാം ഉണ്ടായി. ഓരോരുത്തരും ഉമ്മ വർത്താനം പറയുന്ന അതുകൊണ്ട് ഉമ്മ ഭയങ്കര വർത്താനത്തില. അപ്പൊ ഇത് നമ്മളെ അയൽവാസിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഇതാ മൂത്തുമല്ല നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഈ നടക്കല് ഈ ഹൈറ്റ് കൂടെ നമ്മൾ പിന്നെ താഴേക്കിറങ്ങണം. സ്റ്റെപ്സാ പെണ്ണിൻ്റെ വീട്. അപ്പം അങ്ങോട്ടേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഇവിടെ നിങ്ങളുടെ ചുറ്റിലും കാണാൻ ഫുൾ പ്രകൃതിയായിട്ട് ചായത്തോട്ടം മലകളുമായിട്ട് അടിപൊളി സീനറി ആയിരിക്കും. ഇതാണ് കല്യാണ പെണ്ണിൻ്റെ വീട്. അപ്പം അങ്ങോട്ടുള്ള സ്റ്റെപ്സ് ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാർ വന്നീന്. കാല് വെക്കാൻ സ്ഥലമില്ലായിരുന്നു, നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അല്ലാതെ സ്റ്റെപ്സ് ഇറങ്ങി പോകണം. മഴ പെയ്തുകൊണ്ട് ആകെ ചളിയായിന്. അവിടെ ഒരുപാട് പേര് വന്ന് എല്ലാവരും താഴെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ മേലെ വരണം കേട്ടോ. സൗകര്യം കുറച്ച് കുറവായതുകൊണ്ട് ഫുഡ് മേലെ ആക്കിയത്. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി. ഉള്ളിൽ ഓരോരുത്തർ ഒരുപാട് പേര് വണ്ടി കല്യാണത്തിന്. വല്ല കുടുംബം, നമ്മളെ കുടുംബം, അങ്ങനെ കുടുംബമാണ് ഫ്രണ്ടുമാണ്, രണ്ടും കൂടിയാ. അപ്പം വരാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി പെണ്ണിനെ ഒരുക്കാൻ കയറ്റീന്. ഒരുക്കി മാറ്റി പുറത്ത് നിന്നീന്ന് എന്നാ പറഞ്ഞ. പിന്നെ ചോദിച്ചു തരാം. പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി ഒരു സെൽഫി എടുത്തു. മക്കളുമായിട്ട് ഒരു ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ ഓരോ സെൽഫി എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചൂണ്ടുപോയി. 4 മണിക്ക് കേട്ടോ നിക്കാഹ്. പിന്നെ മക്കളെ അവിടെ എത്തിക്കൊടുത്തു. പിന്നെ ഞങ്ങൾ പുരയിലേക്ക് വന്നു. അമീനാൻ്റെ ഒരു ഫോട്ടോ എടുത്തു, മോളെ ഫോട്ടോ എടുത്തു. പിന്നെ അപ്പത്തേന് ചെക്കൻ്റെ വീട്ടിൽ
ചെക്കൻ്റെ ആൾക്കാർ കയറി പോകുന്ന രംഗമാണ് കണ്ടത്. പിന്നെ ഞങ്ങൾ പെണ്ണ് ഇറങ്ങി പോകുമ്പോൾ അപ്പോൾ ഞങ്ങളിങ്ങ് പോകുന്നു. അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട് കാര്യമല്ലായിട്ട്. ഞാൻ പറഞ്ഞില്ല മക്കൾക്കെല്ലാം കോൾഡ് ആയതുകൊണ്ട് ഞങ്ങൾ താഴെ ഇറങ്ങി. അപ്പം അങ്ങനെ നമ്മളെ കല്യാണ വിശേഷം തീർന്ന്. ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യാൻ സംഭവം. ശരി.